സെക്രട്ടേറിയറ്റ് വളപ്പിൽ സുരക്ഷാ ജീവനക്കാരിക്ക് പാമ്പ് കടിയേറ്റു. ഇന്നലെ രാത്രി ഡ്യൂട്ടിക്കിടെയാണ് സംഭവം. സുരക്ഷ ഒരുക്കേണ്ട ജീവനക്കാരിയാണ് പാമ്പ് കടിച്ചത്. ജീവനക്കാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, കാര്യമായിട്ട് വിഷമുള്ള പാമ്പ് വല്ലതാണോ കടിച്ചത്? എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിവരം? ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത്തരത്തിൽ സീരിയസ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. ഒബ്സർവേഷനിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. ഈ ആശാ സമരത്തിന് പിറകിൽ, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരത്തിന് പിറകിൽ ഡ്യൂട്ടിയിൽ നിൽക്കുകയായിരുന്നു വനിതാ ബറ്റാലിയൻ അക്ഷിതയ്ക്കാണ് ഇന്നലെ രാത്രിയോടുകൂടി പാമ്പ് കടിയേറ്റത്. നിരവധി തവണ സെക്രട്ടേറിയറ്റിനുള്ളിൽ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. ആ പാമ്പുകൾ ചിലതെല്ലാം പാമ്പ് പിടുത്തക്കാർ പിടിച്ച് വനംവകുപ്പിലേക്ക് കൈമാറുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലത് പാമ്പുകൾ പിടിക്കാൻ കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥർ കണ്ടതിന് ശേഷം പിന്നെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് കാണാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് നിയോഗിച്ചത്. രാത്രിയും ഇത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു പാമ്പ് കടിയേറ്റത്. എന്തായാലും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ഡോക്ടർമാർ പരിശോധിച്ചു. മെഡിക്കൽ കോളേജിൽ ഒബ്സർവേഷനിൽ തുടരുകയാണ്. പാമ്പിന്റെ കടിയേറ്റതുപോലുള്ള ഒരു രണ്ട് പല്ല് താഴ്ന്ന മുറിവുകളുണ്ട്. പാമ്പാണോ എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പാമ്പ് ഈ പുല്ലുകൾക്കിടയിൽ നിന്നപ്പോഴാണ് കടിയേറ്റത്. അതുകൊണ്ട് തന്നെ പാമ്പാണ് എന്ന് കരുതി തന്നെയാണ് അപ്പോൾ തന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റിയത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് ആശ്വാസകരമാണ്. താങ്ക് യു ഉമേഷ്.